പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ശിമയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഓ കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. യേശു അവനോട് പറഞ്ഞു, എൻ്റെ ആടുകളെ മേയ്ക്കുക. രണ്ടാം പ്രാവശ്യവും അവൻ ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. അവൻ പറഞ്ഞു, എൻ്റെ ആടുകളെ മേയ്ക്കുക. അവൻ മൂന്നാം പ്രാവശ്യവും അവനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? തന്നോട് മൂന്നാം പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് അവൻ ചോദിച്ചതുകൊണ്ട് പത്രോസ് ദുഃഖിതനായി. അവൻ പറഞ്ഞു, കർത്താവേ, നീ എല്ലാം അറിയുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു. യേശു പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അരമുറുക്കുകയും ഇഷ്ടമുള്ളിടത്തേക്ക് പോവുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രായമാകുമ്പോൾ നീ നിന്റെ കൈകൾ നീട്ടുകയും മറ്റൊരുവൻ നിന്റെ അരമുറുക്കുകയും നീ ആഗ്രഹിക്കാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. ഇതവൻ പറഞ്ഞത് ഏത് വിധത്തിലുള്ള മരണത്താൽ പത്രോസ് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് സൂചിപ്പിക്കാനാണ്. അതിനുശേഷം യേശു അവനോട്, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. ഈ വചനഭാഗത്തിലൂടെ യേശു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് യോഹന്നാനോട് ചോദിച്ച ആ ചോദ്യം തന്നെയാണ് നമ്മളോട് ഓരോരുത്തരും യേശു ചോദിക്കുന്നത്. നമ്മുടെ പേര് വിളിച്ചുകൊണ്ടൊന്ന് നമ്മളോട് ചോദിക്കുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? എന്നാൽ യേശു നൽകുന്ന ആ ഉത്തരവാദിത്വം, യേശു നമ്മൾ സ്നേഹിക്കുകയാണെങ്കിൽ നമ്മൾ യേശുവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജനത്തെയും സ്നേഹിക്കും. നമ്മൾ അവരെയും നേരായ മാർഗത്തിലൂടെ നയിക്കും. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും യേശു ചോദിക്കുന്നത്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? നീ എന്നെ സ്നേഹിക്കുന്നുവോ? നീ എന്നെ സ്നേഹിക്കുന്നുവോ? നമ്മുടെ സ്വാർത്ഥത വെടിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി ജീവിക്കാം. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ ദൈവത്തെ തന്നെയാണ് നമ്മൾ പ്രീതിപ്പെടുത്തുന്നത്. കാരണം എല്ലാവരിലും ദൈവാത്മാവുണ്ട്. ആ ദൈവാത്മാവിനെ തന്നെയാണ് നമ്മൾ സന്തോഷിപ്പിക്കുന്നതും പ്രീതിപ്പെടുത്തുന്നതും. നമ്മുടെ മാതൃക നിറഞ്ഞ ജീവിതം വഴിയും നമ്മുടെ ചിന്തകളിലൂടെയും വാക്കുകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ദൈവത്തെയും അവരിനെയും സ്നേഹിക്കാം. അങ്ങനെ നിറയെ ആത്മാക്കളെ സ്വർഗത്തിന് വേണ്ടി നേടിയെടുക്കുകയും ചെയ്യാം.